Hello guys, welcome to VJ Chill Bros. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുമ്പോൾ പോർക്ക് കൊണ്ടുള്ള ഡിഷാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് പോർക്ക് കൊണ്ട് ഒരു ഐറ്റംസ്. അപ്പോൾ ഈ ക്രിസ്ത്യൻസൊക്കെ വീട്ടിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ക്രിസ്ത്യനൊക്കെ, അവരുടെ വീട്ടിൽ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ഞാനത് ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്തിട്ട് പിന്നെ വീണ്ടും ഈ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ അവർ കാണുകയാണെങ്കിൽ പറയട്ടെ, മെസ്സേജൊക്കെ ചെയ്യട്ടെ, നോക്കാം. അപ്പോൾ നമുക്ക് പോർക്ക് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അതെല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല, കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് പോർക്കിൻ്റെ സ്ലൈസാണ്. അപ്പോൾ പോർക്ക് ഒരു 3 വിസിൽ വേവിച്ചിട്ട് അതിനെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്, സ്ലൈസ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൽ ബാക്കിയുള്ള സബോള, പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക്, ടൊമാറ്റോ, പിന്നെ കാഷ്യൂനട്ട്, മല്ലിയില, കറി ലീഫ്. പിന്നെ എപ്പോഴും പോർക്ക് ഒരു സ്ക്വയർ പീസൊക്കെ നല്ലത് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു 350 ഗ്രാമിൻ്റെ ഒരു ചെറിയ പീസ്. അത് 3 വിസിൽ കുക്കറിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഈ ഫ്രൈങ് പാനിൽ ലൈറ്റായിട്ട് ബ്രൗണിഷ് കളറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അധികം ഓവറായിട്ട് ചെയ്യരുത്. അതിൻ്റെ മുകളിൽ പിന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക, പിന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അധികം ഓവറായിട്ട് ഫ്രൈ ചെയ്താൽ ചിലപ്പോൾ അത് ഹാർഡായിട്ടിരിക്കും. ഒരു ഷാലോ ഫ്രൈ അത്രേ ഉള്ളൂ. അത്രയും വെച്ചിട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ വീട്ടിലത്തെ ആട്ടിയ വെളിച്ചെണ്ണയാണ്, അത് 4-5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു പിടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സബോള, ഒരു 4-5 സബോള എടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ടും അങ്ങോട്ടും മാറി കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്കൊരു സാധാരണ പണി കിട്ടുന്ന പോലെ ഈ പ്രാവശ്യം ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പച്ചമുളക്, കറിവേപ്പില, കാഷ്യൂനട്ട്, അതൊക്കെ സ്കിപ്പായി പോയി, അത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അടുത്തത് ഒരു ചെറിയ ടീസ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പെപ്പർ പൗഡർ പൊടികളൊക്കെ നമ്മുടെ വീട്ടിൽ മമ്മി തന്നെ പാവം കഷ്ടപ്പെട്ട് ഉണക്കി സെറ്റാക്കി തരണതാണ് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുക. കാശ്മീരി ചില്ലി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, മിക്സ് ചെയ്യുക നല്ലോണം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തക്കാളി ആഡ് ചെയ്യുക. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. പിന്നെ അതൊന്നും വീണ്ടും മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അടുത്തത് ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യണത്. ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാലാകുമ്പോൾ വീണ്ടും കട്ടി കൂടും. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഇങ്ങനെ വിലയല്ലേ, അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്യുക. തേങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ വെള്ളയിലും മതി, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വീണ്ടും ഒരു ചെറിയ സ്കിപ്പിങ് വന്നിട്ടുണ്ട്. പോർക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളത് മാറ്റി വെച്ചതിൽ അത് ഡയറക്റ്റ് വീഡിയോ കിട്ടാണ്ട് സ്കിപ്പായിട്ടുണ്ട്, അത് ഡയറക്റ്റ് ഇതിൽ തന്നെ ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിയില ആഡ് ചെയ്യുക, അത്രയുള്ളൂ. നമ്മുടെ പോർക്ക് ലൈറ്റ് ഫ്രൈ റോസ്റ്റ് പോലെ. ഇനി ഇതിൻ്റെ കുറച്ച് നേരം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ വേവിച്ചുകൊണ്ടിരിക്കുക, പൊട്ടാണ്ട്, പോർക്കിൻ്റെ പീസുകളൊക്കെ പൊട്ടാണ്ട് നോക്കുക. പിന്നെ പോർക്ക് വേവിക്കുമ്പോൾ അധികം വേവിക്കരുത്, വേവിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പൊട്ടും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒരു 80% അടുത്ത് മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കുറച്ച് പ്രസൻറ്റേഷൻ പരിപാടികൾ. പോർക്കിൻ്റെ ഒപ്പം എന്ത് വേണമെങ്കിലും, വൈറ്റ് റൈസോ ഇല്ലെങ്കിൽ പൊറോട്ടയോ. പൊറോട്ട ബീഫിൻ്റെ ഒപ്പം മാത്രം കഴിക്കാനുള്ള അല്ലല്ലോ, പോർക്കിൻ്റെ ഒപ്പം ആയാലും നോക്കാമല്ലോ. പോർക്ക് ലവേഴ്സ് ആരെങ്കിലും എന്നെ കമൻറ്റ് ചെയ്യുക. ഇനി അവരിൽ വലിയ പുതിയ ഡിഷോ റെസിപ്പി ഉണ്ടെങ്കിൽ പറയുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സോ അങ്ങനെ ആരുടെയെങ്കിലും എന്നെ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ എൻ്റെ ഡിഷിനെ തന്നെ പുകഴ്ത്തി പറയണത് അത്ര വലിയ കാര്യമില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്യുക. സോ യു ജസ്റ്റ് മേക്ക് ഇറ്റ് ആൻഡ് എൻജോയ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോസ്. സപ്പോർട്ട് us. Thank you for watching and have a nice day.